Dear students, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. കോവിഡ്-19 പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ സുരക്ഷിതരായിട്ട് വീട്ടിലിരുന്നാണ് ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മുൻ ക്ലാസ്സുകളിൽ കോസ്റ്റ് എന്താണെന്നുള്ളതും കോസ്റ്റിൻ്റെ ബേസിക് കൺസെപ്റ്റുകളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു ഭാഗമായിരുന്നു ക്ലാസിഫിക്കേഷൻസ് ഓഫ് കോസ്റ്റ് ഓർ ടൈപ്സ് ഓഫ് കോസ്റ്റ്, അതായത് ഏതെല്ലാം തരത്തിലുള്ള കോസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻസ് ഓഫ് കോസ്റ്റ് ഓർ ടൈപ്സ് ഓഫ് കോസ്റ്റ് എന്ന ഈ ഒരു ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പ്രധാനമായിട്ടും കോസ്റ്റ് അഥവാ ടൈപ്സ് ഓഫ് കോസ്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് 4 ഉണ്ട്. അതിൽ കൂടുതൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ നമ്മുടെ സിലബസ് പ്രകാരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് ആണ് പഠിക്കുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനുണ്ട്. ഓൺ ദി ബേസിസ് ഓഫ് വേരിയബിലിറ്റി ഓർ ബിഹേവിയർ അല്ലെങ്കിൽ വേരിയബിലിറ്റിയുടെ നേച്ചറിൽ ഉള്ള ക്ലാസിഫിക്കേഷനുണ്ട്. ഓൺ ദി ബേസിസ് ഓഫ് കൺട്രോളബിലിറ്റി ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് നോർമാലിറ്റി. ഇത് 4 നമുക്ക് പഠിക്കാനുള്ള പ്രധാന ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ നോക്കാം. ക്ലാസിഫിക്കേഷൻസ് തന്നെ നമുക്ക് ഇങ്ങനെ 4 ഡിവൈഡ് ചെയ്യാം. 4ൻ്റെ ഉള്ളിൽ വരുന്ന ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ നോക്കാം. ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ ദർ ഈസ് മാനുഫാക്ചറിങ് കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആൻഡ് ഫിനാൻസിങ് കോസ്റ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞു പോകും. അതിനുശേഷം രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഓൺ ദി ബേസിസ് ഓഫ് ബിഹേവിയറിൻ്റെ ബേസിൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് 3 ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഓൺ ദി ബേസ് ഓഫ് കൺട്രോളബിലിറ്റി വി ക്യാൻ ക്ലാസിഫൈ കോസ്റ്റ് ആസ് കൺട്രോളബിൾ കോസ്റ്റ് ആൻഡ് അൺകൺട്രോളബിൾ കോസ്റ്റ്. കൺട്രോളബിൾ കോസ്റ്റായിട്ടും അൺകൺട്രോളബിൾ കോസ്റ്റായിട്ടും 2 തരംതിരിക്കാം. നമ്മൾ അടുത്ത സ്ലൈഡ് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഫൈനലി ഓൺ ദ ബേസിസ് ഓഫ് നോർമാലിറ്റി കോസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് നോർമൽ കോസ്റ്റ് ആൻഡ് അബ്നോർമൽ കോസ്റ്റ്. ഓക്കെ, ലെറ്റ് us see further detailed explanation regarding these classifications of our cost or types of cost. Okay, first one, on the basis of function. ഫങ്ഷൻ്റെ ബേസിൽ ഏതൊക്കെയാണ് കോസ്റ്റുകൾ എന്നുള്ളതാണ്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിന് വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ പഠിച്ചിരുന്നു. ഫങ്ഷൻ്റെ ബേസിൽ മാനേജ്മെൻറ്റുകൾ നമ്മൾ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഈ സെമസ്റ്ററിലാണ്. ഓക്കെ, അപ്പർ ലെവൽ മാനേജ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ഡിഫറെൻറ്റ് വേരിയസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ലെവൽസ് ഉണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ മിഡിൽ എന്നൊക്കെ പറയുന്നത് ഫങ്ഷണൽ ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫങ്ഷൻ്റെ ബേസിൽ ഏതെല്ലാം തരത്തിലുള്ള കോസ്റ്റ് ഉണ്ട് എന്ന് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഫങ്ഷൻ്റെ ബേസിലുള്ള കോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തത് മാനുഫാക്ചറിങ് കോസ്റ്റ്. അപ്പോൾ ആ വാക്കിൽ തന്നെ നമ്മുടെ കോസ്റ്റിനെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് മാനുഫാക്ചറിങ് കോസ്റ്റ്. ദിസ് കോസ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. ഒരു പർട്ടിക്കുലർ ഗുഡ്സ്, ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി വരുന്ന കോസ്റ്റുകളെയാണ് എന്ത് പറയുന്നത്, മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കൺവേർഷൻ കോസ്റ്റ് ആയിരിക്കാം. റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന മാനുഫാക്ചറിങ്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റുകളെയാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നും പറയാം നമുക്കിതിന്. മാനുഫാക്ചറിങ് കോസ്റ്റ് അഥവാ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയാം. The cost incurred in the factory or workplace of a concern is called production cost or manufacturing cost. It includes the cost of direct material, direct labor, direct expenses and factory indirect expenses or factory overheads. ഇതെല്ലാം ചേരുന്നതാണ് എന്ത്, മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. The total of direct material, direct labor, direct expense. Direct expense, direct material, direct
ലേബറും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? പ്രൈം കോസ്റ്റായി. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നു പ്രൈം കോസ്റ്റിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകുന്നതിന് വേണ്ടിയുള്ള മൊത്തം കോസ്റ്റാണ് എന്ത് പറയുന്നത്? മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോസ്റ്റാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. അപ്പോൾ ആ വാക്കിൽ തന്നെ ഉണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആവാം, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഭരണങ്ങൾ നടത്തുന്നതിന് ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റുകളായിരിക്കും എന്ത്? അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ദി കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് കോൾഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. It includes indirect material, indirect labor, indirect expenses. എക്സാമ്പിളായിട്ട് നമുക്കറിയാം സ്റ്റേഷനറി, സാലറി, ട്രാവലിംഗ് എക്സ്പെൻസസ്, റിഫ്രഷ്മെൻറ്റ് എക്സ്പെൻസസ്. ഇതെല്ലാം എന്താണ്? അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ആണ്, അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റാണ്. ഇറ്റ് ഈസ് ഇൻകേർഡ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ബിസിനസ് ഓർ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു മാനുഫാക്ചറിങ് ഓർ സെല്ലിംഗ് ഫംഗ്ഷൻ. അതുമായി യാതൊരു ബന്ധവും ഇല്ല. ആ പ്രൊഡക്ഷനോ സെല്ലിങ്ങുമായിട്ട് എന്തില്ല? യാതൊരു ബന്ധവും അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റിന് ഇല്ല എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ സെല്ലിംഗ് കോസ്റ്റ്. സെല്ലിംഗ് കോസ്റ്റ് ശ്രദ്ധിക്കുക. The cost incurred for selling of a particular goods is known as selling cost. അപ്പോൾ ഒരു സാധനം വിൽക്കുന്നതിന് അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് ഉതകുന്ന ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റുകളൊക്കെ എന്ത് പറയാം? സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയാം. ക്രിയേറ്റിംഗ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ഡിമാൻഡ് ഫോർ പ്രൊഡക്ട്സ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഇൻ മാർക്കറ്റിംഗ് ദ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് then another one, distribution cost. Distribution cost. The word distribution cost implies that the cost incurred in moving the goods from the factory to the consumers. As you know that the consumers will get the product by moving the particular goods from different channels or through different peoples or different channels of distribution. It starts from the manufacturer or the factory house and it ends with the consumer. That is the distribution process. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കയ്യിലേക്ക് സാധനങ്ങൾ എത്തുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള മാനുഫാക്ചറിങ് യൂണിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള കോസ്റ്റിനെ കൺസ്യൂമറുടെ കയ്യിലോട്ട് എത്തിക്കുന്നത് വരെയുള്ള ഫ്ലോ ഓഫ് ഗുഡ്സ് ഉണ്ട്. ആ ഫ്ലോ ഓഫ് ഗുഡ്സിന് വേണ്ടിയിട്ട് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫ്ലോ കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്തായിരിക്കാം? ട്രാവലിംഗ് ആയിരിക്കാം, ഏജൻറ്റ് കമ്മീഷൻ ആയിരിക്കാം, വെയർ ഹൗസിങ്ങുമായി ബന്ധപ്പെട്ട കോസ്റ്റ് ആയിരിക്കാം. ഇതൊക്കെ എന്തായിരിക്കും? ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ് എന്നുള്ളതാണ്. ദെൻ final one, financing cost or financing cost. It is the cost incurred for raising and using capital. It is the cost of capital. അങ്ങനെയും പറയാം നമുക്ക്. It is the cost of capital. ഏതൊരു സ്ഥാപനത്തിനും അതിന് വളരണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങണമെങ്കിൽ അതിന് ക്യാപിറ്റൽ വേണം എന്നുള്ളതാണ്. ക്യാപിറ്റൽ ഏൺ ചെയ്യപ്പെടുന്നതിന് വേണ്ടി യൂസ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്, ദാറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് ഫോർ ദി ലോൺ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ലോൺ എടുത്തിട്ടാണ് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് ആണ് എന്നുള്ളതാണ്. സോ ഫിനാൻസിങ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ റൈസിങ് ആൻഡ് യൂസിങ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. ക്യാപിറ്റൽ ഉണ്ടാക്കുകയും അത് യൂസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ഫിനാൻസിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഫങ്ഷണൽ ബേസിസിലായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. Cost can be classified on the basis of function as manufacturing cost, administrative cost, selling cost, distribution cost and financing cost or financing cost. These are the one of the classification of cost. Then another classification is based on variability or behavior.
variability or behavior. Variability of behavior. Okay. Then under this first category is fixed cost. Second category variable cost. And finally semi-variable cost. Let us discuss about fixed cost. What is fixed cost? The cost which is fixed, that is cost which do not change with the level of activity. Whenever the production volume or level of activity changes, the cost which do not changes, that is fixed cost. When the production increases or decreases, total fixed cost will be remain fixed. That is the peculiarity of fixed cost. Even though production increase or decrease, our total fixed cost or manufacturing units fixed cost will be remain fixed, which do not increase or decrease with the output change. That is, when the output increase or decrease, there is no change in total fixed cost. That's why it is known as time cost or period cost. But one difference is that total fixed cost per unit will be changed. For example, rent, rates, insurance, depreciation, etc. ഫിക്സഡ് കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ്റെ ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റിൽ യാതൊരു മാറ്റവും വരുന്നില്ലെങ്കിൽ ദാറ്റ് കോസ്റ്റ് ഈസ് നോൺ ആസ് ഫിക്സഡ് കോസ്റ്റ്. അത് പ്രൊഡക്ഷൻ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ 150 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ കൂടുകയോ കുറയുകയോ ചെയ്യാം. ആ കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ഈ പറയപ്പെടുന്ന റെൻറ്റിലോ റേറ്റ്സിലോ ഇൻഷുറൻസിലോ ഡിപ്രീസിയേഷനിലോ തുടങ്ങിയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റുകളിൽ മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ബട്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമൈൻ ഫിക്സഡ്. പ്രൊഡക്ഷൻ കൂടുകയോ കുറയുകയോ ചെയ്യാം, പക്ഷേ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, യാതൊരു മാറ്റവും വരുന്നില്ല എന്നുള്ളതാണ്. ഡു നോട്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ് വിത്ത് ദി ഔട്ട്പുട്ട് ചേഞ്ച്. ഔട്ട്പുട്ടിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റിൽ യാതൊരു മാറ്റവും വരുന്നില്ല എന്നുള്ളതാണ്. ടൈം കോസ്റ്റ് ഓർ പീരിയഡ് കോസ്റ്റ് എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദ കോസ്റ്റ് വിച്ച് റിമൈൻ കോൺസ്റ്റൻറ്റ് അപ് ടു എ സെർട്ടൈൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഈസ് കോൾഡ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം നമുക്കിത് ഫിക്സഡ് കോസ്റ്റ് ആണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു സെർട്ടൻ ലെവൽ വരെ എന്തായിരിക്കാം, ഇതിൻ്റെ ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും എന്നുള്ളത്. ഇറ്റ് മേ ഓൾസോ ബി സ്റ്റേറ്റഡ് ദാറ്റ് ദ കോസ്റ്റ് വിച്ച് വുഡ് നോട്ട് ചേഞ്ച് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ ദി വോളിയം ഓഫ് പ്രൊഡക്ഷൻ. ദിസ് കോസ്റ്റ് ഷുഡ് ബി ഇൻകേർഡ് irrespective of the number of units manufactured, which means the number of units manufactured is not a relevant factor for considering fixed cost. When it is increased or decreased, the fixed cost remain fixed. This cost should be incurred even though the company do not produce any units. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കമ്പനി ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും, ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ പീരിയഡിൽ പല സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിയിരുന്നു. പക്ഷേ ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ്, ഇലക്ട്രിസിറ്റി ബില്ല്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ, ഇതൊക്കെ എന്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് യാതൊരു പ്രശ്നവുമല്ല ഏതിന്, ഫിക്സഡ് കോസ്റ്റ്. എക്സാമ്പിൾ സാലറി ടു സ്റ്റാഫ്, റെൻറ്റ്, ഇൻഷുറൻസ്, ഇതൊക്കെ എന്താണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഇതിൻ്റെ പെർ യൂണിറ്റ് ചേഞ്ച് ചെയ്യും. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യും, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമൈൻ ഫിക്സഡ് ആയിരിക്കും, പെർ യൂണിറ്റ് ചേഞ്ച് ആയി. ഈ പെർ യൂണിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്, ദാറ്റ് ഈസ് പെർ യൂണിറ്റ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് നോക്കുക. ഫിക്സഡ് കോസ്റ്റിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയായിരിക്കും. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിട്ട് തന്നെ കണ്ടോ, ദർ ഇസ് എ സ്ട്രൈറ്റ് ലൈൻ. ഫിക്സഡ് കോസ്റ്റ് വിൽ ബി ഫിക്സഡ്. Whenever the production increases or decreases, look at the y-axis, whenever the production increases or decreases, the total fixed cost will be remain fixed. Fixed cost will be fixed. Then look at fixed cost per unit. Whenever the production increases or decreases, fixed cost per unit will be change or vary. So this is the difference between total fixed cost and fixed cost per unit. Total fixed cost is fixed and fixed cost per unit is variable. Okay.
Then second one, variable cost or product cost. It is also known as product cost. Variable cost is the cost which changes according to the changes in the volume of production is called variable cost. It varies in direct proportion to the volume of production. Variable cost per unit remains fixed. For example, direct material, direct labor, direct expenses, etc. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്, വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യപ്പെടും. ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ്. അതായത് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് 101ാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വേരിയബിൾ കോസ്റ്റിൽ വ്യത്യാസം വരും എന്നുള്ളതാണ്. കുറയുകയോ കൂടുകയോ, പ്രൊഡക്ഷൻ്റെ വോളിയം ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഈ ഒരു വേരിയബിൾ കോസ്റ്റിൽ വ്യത്യാസം വന്നിരിക്കും എന്നുള്ള. വെൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആൾസോ ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. കുറയുന്നതിനനുസരിച്ച് കുറയുകയും ചെയ്യും. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പേരാണ് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കുക. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ലുക്ക് അറ്റ് ദിസ്. ഓൺ ദ ബേസിസ് ഓഫ് വേരിയബിലിറ്റി, total variable cost is varying. Look at when the production, look at y-axis, production units increase or decreases, total variable cost is varying. But variable cost per unit will be remain constant or fixed. Variable cost per unit remain constant or fixed. Whenever the production in units increase or decreases, the variable cost per unit will be fixed. Okay, look at the last one. On the basis of behavior, the last classification is that semi-variable cost. Semi-variable cost. Semi-variable cost. The word implies that semi, which means half fixed, half variable. That is partly fixed and partly variable. The cost which is partly fixed and partly variable is called semi-variable cost. For example, salary to salesman based on monthly salary plus commission, telephone charges, etc. are the sum of the example for semi-variable cost. Telephone charge, repairs, and it is also called mixed cost or semi-fixed cost. Half is fixed, half is variable. That is why it is semi-fixed cost. അപ്പോൾ ഇതെന്താണ്, ഒരു ഭാഗം ഫിക്സഡും ഒരു ഭാഗം വേരിയബിളുമായിട്ടുള്ള കോസ്റ്റുകളെയാണ് എന്ത് പറയുന്നത്, സെമി വേരിയബിൾ കോസ്റ്റ് ഓർ സെമി ഫിക്സഡ് കോസ്റ്റ്, മിക്സഡ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുക. സാലറി ടു സെയിൽസ്മാൻ ബേസ്ഡ് ഓൺ മന്ത്ലി സാലറി പ്ലസ് കമ്മീഷൻ. അപ്പോൾ ഇത്ര സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധനത്തിൻ്റെ ഇത്ര രൂപ കമ്മീഷൻ പ്ലസ് നിങ്ങളുടെ ബേസിക് സാലറി. അപ്പോൾ അവിടെ എന്താണ്, ബേസിക് സാലറി എന്നുള്ള ഫിക്സഡും വിൽക്കപ്പെടുന്ന സാധനത്തിൻ്റെ ഒരു സാധനത്തിന് ഇത്ര രൂപ എന്ന രൂപത്തിൽ കമ്മീഷനും കിട്ടുന്നുണ്ടെങ്കിൽ അത് വേരിയബിളുമായിരിക്കും എന്നതാണ്. അപ്പോൾ സെമി വേരിയബിൾ സെമി ഫിക്സഡും ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത. ലുക്ക് അറ്റ് ദി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. This is the semi-variable or semi-fixed or mixed cost graphical representation. Okay, here look at, there is half is fixed and half is variable. Okay, half cost is fixed and half cost is variable. So the semi-variable cost means there is fixed cost and also variable cost. Some of the cost is fixed and some of the cost is variable. That is the peculiarity of semi-variable or semi-fixed cost. These are the important classification on the basis of behavior or variability. Under this there are three: fixed cost, variable cost and semi-variable cost. Okay, let us see another classification. It's based on controllability. Okay, under this there are two classifications: controllable cost and uncontrollable cost. Controllable cost
The cost which can be influenced by budget holders are known as controllable cost. Influenced by the action of a specified member of an undertaking, and these costs are within the control of management. That is controllable cost. For example, salary and wages, electricity, telephone charges, ഇതൊക്കെ എന്താണ് കൺട്രോളബിൾ കോസ്റ്റാണ്. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ മാനേജ്മെൻറ്റിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഇൻഫ്ലുവൻസ്ഡ് ബൈ ആക്ഷൻ ഓഫ് എ സ്പെസിഫൈഡ് മെമ്പർ ഓഫ് ആൻ അണ്ടർടേക്കിംഗ്, ഒരു കോസ്റ്റ് സെൻറ്ററിനോ ഒരു കോസ്റ്റ് യൂണിറ്റിലോ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മാനേജറുള്ള ഒരു കോസ്റ്റ് ആയിരിക്കും ഇത് കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് വിത്തിൻ ദ കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ്, ഈ കോസ്റ്റ് എന്തായിരിക്കും കൺട്രോൾ ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. സച്ച് കോസ്റ്റ് ഈസ് നോൺ ആസ് കൺട്രോളബിൾ കോസ്റ്റ്. ദർ ഈസ് അൺകൺട്രോളബിൾ കോസ്റ്റ്. Uncontrollable costs which are cannot be influenced by the action of the management of a concern are called uncontrollable cost. For example, price of raw material, freight charge, etc. raw material പ്രൈസ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദി മാനുഫാക്ചറിങ് യൂണിറ്റ്. ഇൻസൈഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, we can control, but it is outside to the management, that's why it cannot be controlled. The costs which are not subject to control at any level of managerial supervision, മാനേജ്മെൻറ്റിന് ഏത് ലെവലിലുള്ള സൂപ്പർവിഷൻ ഉപയോഗിച്ചാലും ആ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അതിനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി ഫിക്സഡ് കോസ്റ്റ് ആർ അൺകൺട്രോളബിൾ. ഫിക്സഡ് കോസ്റ്റ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ on the basis of controllability, cost can be classified into controllable and uncontrollable. Then another classification, normality. On the basis of normality, there is normal cost and abnormal cost. Look at normal cost. Normal cost incurred in the condition in which the output is normally attained. ഒരു നോർമൽ സാഹചര്യങ്ങളിൽ, നോർമൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ, തിങ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് വേണ്ടി വരുന്ന കോസ്റ്റുകളെയാണ് എന്ത് പറയുന്നത്, നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് ദി പാർട്ട് ഓഫ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് ദ റെഗുലർ കോസ്റ്റ് ഫോർ നോർമൽ ഓപ്പറേഷൻസ്. റിപ്പയേഴ്സ്, സാലറീസ്, മെയിൻ്റനൻസ്, ഇതെല്ലാം എന്താണ്, നോർമൽ കോസ്റ്റുകളാണ്. ഓക്കെ. അപ്പോൾ ഒരു റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് പ്രോസസ്സുകളിലൂടെ കടന്നു ഡിഫറെൻറ്റ് ലേബേഴ്സും മറ്റുള്ള വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നോർമലായിട്ടുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആക്കുന്നതിന് വേണ്ടിയുള്ള നോർമലായിട്ടുള്ള എക്സ്പെൻസുകളെയാണ് എന്ത് പറയുന്നത്, നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള അബ്നോർമൽ ആയിട്ടുള്ള കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്, അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് നോർമലി ഇൻകേർഡ് അറ്റ് എ ഗിവൺ ഔട്ട്പുട്ട് ഇൻ ദി condition in which that the level of output is normally attained. സാധാരണ രീതിയിൽ ഔട്ട്പുട്ട് അറ്റൈൻ ചെയ്യപ്പെടുന്നതിന് വേണ്ടി വരാത്ത ഒരു കോസ്റ്റ് അഡീഷണൽ ആയിട്ട് വരികയാണ് എങ്കിൽ ഇറ്റ് ഈസ് abnormal cost. It is unusual and irregular cost. It is not happen normally. That's why it is unusual or irregular cost. For example, it may be happen due to destruction due to fire, shutdown of machinery, lockouts. ഇവയൊക്കെ എന്താണ്, അബ്നോർമലായിട്ടുള്ള കോസ്റ്റുകൾ ഉണ്ടാക്കുന്നതിനുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കാരണങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ. On the basis of normality, we can classify cost as normal cost and abnormal cost. These are the most important classifications of cost. Thank you.